അപ്പോക്കാലിപ്സിസ് അഥവാ വെളിപ്പാട് പുസ്തകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് തുടർ പഠനം ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു നല്ല പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഈ പ്രഭാതത്തിൻ്റെ ഈ നല്ല സമയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് കോറിയിടുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കി തരുന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ പഠിച്ചു നിർത്തിയ ഭാഗം എതിർ ക്രിസ്തു ആരായിരിക്കും എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എതിർ ക്രിസ്തു എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ അകത്ത് ആരായിരിക്കും എന്ന് വ്യക്തമായ സൂചനയില്ല. എന്നാൽ ചില ഊഹാഭോഗങ്ങൾ അവിടവിടങ്ങളായി പലരും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ടാണ് ഇന്നലെ രാവിലെ ഞാൻ സംസാരിച്ചത്, ഇസ്കരിയോത്ത യൂദയെക്കുറിച്ച്. അങ്ങനെ ചില വാക്യങ്ങൾ തെളിവായി കിടക്കുന്നു എന്നല്ലാതെ, ഒരേപോലെ വരുന്ന വാക്യങ്ങൾ തെളിവായി കിടക്കുന്നു എന്നല്ലാതെ ഇസ്കരിയോത്ത യൂദയാണ് എതിർ ക്രിസ്തു എന്ന് നമുക്ക് തീർത്ത് പറയുവാൻ കഴിയുന്നതല്ല. അപ്പോൾ പിന്നെ ആരായിരിക്കണം എതിർ ക്രിസ്തു? അതിനൊരു ഉപോത്ബലകമായ വാക്യമാണ് ഇന്നലെ ഞാൻ വായിച്ചത്, യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന്. ഈ യോഹന്നാൻ്റെ 2-ാം ലേഖനത്തിൽ നിന്നും നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് ആരൊക്കെ അകന്നു പോകുന്നുവോ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ആരാണോ അവരെക്കുറിച്ചാണ് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നത്. എന്താണ് ക്രിസ്തുവിൻ്റെ ഉപദേശം? നമുക്കതൊന്ന് ചിന്തിക്കണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ ചില നൂതനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ കൂടെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന, വളരെ ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഉപദേശങ്ങളാണ്. 1 2 യേശുവിൻ നാമം, അതുപോലെ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ സംവാദം, അപ്പോൾ ട്രിനിറ്റി, തൃത്വം, ഇതൊക്കെ വളരെ ചർച്ചാ വിഷയങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്, വാട്സപ്പ്, ഫേസ്ബുക്കൊക്കെ ഉള്ളതുകൊണ്ട് അനേകർക്കത് കാണുവാനും കേൾക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ണസ് അല്ലെങ്കിൽ ഏക സത്യ ദൈവം, അവർ പറയുന്നത് യഹോവയാണ് ദൈവം എന്ന് ഒക്കെ, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ പഴയ നിയമത്തിൽ സർവശക്തനായ ദൈവം അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണ്? പഴയ നിയമത്തിൽ ഞാനല്ലാതെ, ഞാൻ തന്നെ എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ്? കാരണങ്ങൾ, ആ കാലഘട്ടത്തിൽ ബഹുദൈവ വിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ ജനത ബഹുദൈവ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ കൂടെ കൂടെ പോകുന്നതുകൊണ്ട് അവരെ യഹോവ ശിക്ഷിച്ചും അവരെ ദണ്ഡിപ്പിച്ചും അവരെ മറ്റുള്ള ജാതികളുടെ കയ്യിലേക്ക് അടിമകളായി കൊടുത്തുമൊക്കെ ദൈവം അവരെ പലപ്പോഴും ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവരോടുള്ള ബന്ധത്തിൽ ദൈവം തറപ്പിച്ചു പറയുകയാണ്, ഞാനല്ലാതെ
അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഞാനാണ് സർവശക്തനായ ദൈവം, ഞാൻ ഏകൻ എന്ന് ദൈവം അവരോട് കൽപ്പിക്കുന്ന അല്ലെങ്കിൽ അവരോട് പറയുന്ന ഭാഗമാണ്. അതുകൊണ്ട് ദൈവം മാത്രമാണ്, ഞാൻ മാത്രമാണ്, ഞാനാണ് സർവശക്തൻ, ഞാനാണ് സകലത്തിൻ്റെ ഉടയവൻ, നിങ്ങൾ വേറൊന്നിലേക്ക് തിരിയരുത് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എടുത്ത പദങ്ങളാണ് ഞാൻ ഏകൻ, ഞാൻ ഒരുവൻ, ഞാൻ യഹോവ എന്നൊക്കെയുള്ള പദങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ റീസൺ അതാണ്. പക്ഷെ അതിനെ വണ്ണസ്സുകാർ വളരെ വികലമായ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് തെറ്റായ പഠിപ്പിക്കലുകളിലേക്ക് പോകുന്നു. സത്യത്തിൽ അതിൻ്റെ നമ്മൾ ആ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് കടന്നു വരുമ്പോൾ വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടി നമ്മളതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുമാത്രമല്ലല്ലോ, സീനായിയുടെ കൊടുമുടിയിൽ വെച്ച് സർവശക്തനായ ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത കൽപ്പനയ്ക്കകത്ത് പോലും പറയുന്നത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്നാണ്. അപ്പോൾ അന്യ ദൈവങ്ങളെ സേവിക്കുന്നത് കൊണ്ടാണ്, അവർ സേവിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സർവശക്തൻ ഏകൻ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ യേശുവിൻ നാമത്തിലേക്ക് വരാം. ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലല്ലേ നമുക്കുള്ള പ്രാധാന്യത? നാം യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. ഇപ്പം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത, ഇപ്പം ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് പറയുന്ന പദം മത്തായി സുവിശേഷത്തിനകത്ത് യേശു ക്രിസ്തു തന്നെ തൻ്റെ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവർ എന്താണ് അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്? അതിൻ്റെ അകത്തൊരു തെറ്റായ വ്യാഖ്യാനം വന്നത് കർത്താവായി യേശു ക്രിസ്തു, യേശുവിൻ്റെ നാമം എന്നാണ്. കേവലം യേശുവിൻ്റെ നാമം എന്ന് പറയുന്ന ഒരു നാമമല്ല, കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമം എന്നാണ് അപ്പോസ്തല പ്രവർത്തികൾ മുതൽ അങ്ങോട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതലുള്ള പദം. കേവലം യേശു എന്ന് പറയുന്ന നാമം മാത്രം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുൻപ് ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, യേശു എന്ന നാമം കേവലം 33.5 ആ വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ. യേശു എന്ന നാമം, യേശു എന്ന പദത്തിൻ്റെ അർത്ഥം രക്ഷകൻ, സേവിയർ എന്നാണ്. അപ്പോൾ യേശുവിൻ്റെ ദൗത്യം എന്തായിരുന്നുവോ ആ ദൗത്യം 33.5 വർഷം കഴിഞ്ഞപ്പോൾ താൻ നിവർത്തിച്ചിട്ട് താൻ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. എന്നിട്ട് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നാണ്. യേശുവിനെ ഉയർപ്പിച്ചുവെന്നല്ല കേവലം എഴുതിയിരിക്കുന്നത്, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചു എന്നാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ മരണത്തോടുകൂടെ യേശു എന്ന പദം അവിടെ അവസാനിക്കുകയാണ്. തൻ്റെ രക്ഷണീയ വേല പൂർത്തീകരിച്ചു. അവിടെ കൊണ്ട് ആ പദം അവസാനിപ്പിക്കുന്നു, ആ പേര് അവസാനിപ്പിക്കുന്നു. ശേഷം യേശുവിനോട് കൂടെ ക്രിസ്തുവെന്നോ കർത്താവെന്നോ നാമധേയം ചെയ്താണ് പിന്നീട് നമ്മൾ കാണുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നമ്മൾ കേവലം പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമം മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്തരുത്. നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമമോ എന്നിങ്ങനെ ഉപയോഗിച്ച് വേണം നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുവാൻ. കാരണം യേശു എന്ന പദം ഈ ഭൂമിയിൽ താൻ ജീവിച്ചിരുന്നപ്പോൾ ആ പദത്തിന് അനുയോജ്യമായ നിലയിൽ തൻ്റെ പദവി അലങ്കരിച്ചു. മാനവരാശിക്ക് വേണ്ടി തൻ്റെ രക്തം ഊറ്റിക്കൊടുത്തു. താൻ അനേകരെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് തൻ്റെ രക്തം ഊറ്റിക്കൊടുത്തിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മരണം കൈവരിച്ച് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സമയം മുതൽ ഒരു മഹത്തായ പദവിയിലേക്കാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ആ മഹത്തായ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ക്രിസ്തു ഇപ്പം യേശുവല്ല, യേശു ക്രിസ്തുവാണ്. രാജാവല്ല, രാജാതി രാജാവാണ്. കേവലം കർത്താവല്ല, അവൻ കർത്താതി
കർത്താവാണ്. ഈ ഭാഗം തുടരും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളത്തെ പ്രഭാതത്തിൽ ഇതിൻ്റെ തുടർമാനമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും പൊതിയണം. മാനം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോ സാമുവേൽ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരെയും കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.